ഒരാൾക്ക് റുക്കൂ കിട്ടിയാൽ ഇമാമിന്റെ കൂടെ റക്അത്ത് കിട്ടുന്നതാണ്. അപ്പോൾ റുക്കൂ കിട്ടിയാൽ റക്അത്ത് കിട്ടും. പക്ഷേ ഇതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. ഏതൊക്കെയാണ് മാനദണ്ഡങ്ങൾ? അത് നമുക്ക് പരിശോധിക്കാം. അതിൽ ഒന്ന്, ഒരാൾ പള്ളിയിലേക്ക് കയറി കഴിഞ്ഞാൽ ഇമാം റുക്കൂയിലാണെങ്കിൽ ആ നമസ്കാരത്തിൽ ചേരുമ്പോൾ തക്ബീറത്തുൽ ഇഹ്റാം നിർബന്ധമാണ്. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയിട്ട് പിന്നെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് റുക്കൂയിലേക്ക് പോകണം. തക്ബീറത്തുൽ ഇഹ്റാം റുക്നാണ്. അത് ചൊല്ലിയിട്ടില്ലെങ്കിൽ അയാളുടെ നമസ്കാരം സ്റ്റാർട്ട് ആയിട്ടില്ല എന്നാണ് അർത്ഥം. നമ്മൾ നമ്മുടെ അനുഭവത്തിൽ പലപ്പോഴും കണ്ടിട്ടുണ്ട്, അറിവില്ലാത്ത പലരും അവർ നേരെ റുക്കൂയിലേക്ക് പോകുന്നു. അത് തെറ്റാണ്. നമസ്കാരം ബാത്തിലായി പോകും. ആ നമസ്കാരം ബാത്തിലായി പോകും. അതുകൊണ്ട് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി എന്ന് ഉറപ്പ് വരുത്തണം. തക്ബീറത്തുൽ ഇഹ്റാമിന്റെ അല്ലാഹു അക്ബർ എന്നൊരാൾ പറഞ്ഞിട്ട് റുക്കൂയിലേക്ക് പോകുമ്പോഴുള്ള അല്ലാഹു അക്ബർ പറഞ്ഞിട്ടില്ലെങ്കിലും പ്രശ്നമില്ല. പക്ഷേ അതായത് അദ്ദേഹം തക്ബീറുൽ ഇഹ്റാമിലേക്ക് കയറിയിട്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് കൈ കെട്ടണം, പൂർണ്ണമായും കെട്ടണം. അതിനുശേഷം റുക്കൂയിലേക്ക് പോകണം. ആ റുക്കൂയിലേക്ക് പോകുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ തക്ബീറത്തുൽ ഇഹ്റാം മസ്റ്റാണ്. അബ്ദുല്ലാഹി ഇബ്നു റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നിങ്ങളുടെ രണ്ട് കൈകളും കാൽമുട്ടിൽ വെച്ചിട്ട് ഇമാമിന്റെ കൂടെ നിൽക്കാൻ പറ്റിയാൽ ആ റുക്കൂ കിട്ടും. അതോടൊപ്പം ചില പണ്ഡിതന്മാർ പറഞ്ഞു സുബ്ഹാന റബ്ബിയൽ അലീം എന്ന് ഒരു തവണയെങ്കിലും ഇമാമിന്റെ കൂടെ പറയാൻ സാധിക്കണം.